നമസ്കാരം. ഇന്ത്യ പാക് സംഘർഷം രൂക്ഷമായി മാറിയ സന്ദർഭത്തിൽ പാകിസ്ഥാന്റെ വലം കൈയായി മാറിയ രാജ്യമായ തുർക്കിയെ ഇന്ത്യ അത്ര സ്വീകാര്യതയോടെയല്ല വീക്ഷിക്കുന്നത്. സംഘർഷവേളയിൽ പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് അയച്ചതൊക്കെയും തുർക്കി നിർമ്മിത ഡ്രോണുകളായിരുന്നു. പെഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഉടലെടുത്ത യുദ്ധസമാന സാഹചര്യത്തിൽ പാകിസ്ഥാനെ പിന്തുണച്ച ചുരുക്കം ചില രാജ്യങ്ങളിലൊന്നാണ് തുർക്കി. അക്കാരണത്താൽ ഇന്ത്യയിൽ തുർക്കിക്കെതിരെ വ്യാപക ജനരോഷം ഉയരുന്നുണ്ട്. വിനോദസഞ്ചാരത്തിനായി ഒട്ടനേകം ഇന്ത്യക്കാർ സന്ദർശനം നടത്തിവരുന്ന ടൂറിസം കേന്ദ്രങ്ങളായ തുർക്കി, അസർബൈജാൻ എന്നിവിടങ്ങൾ സഞ്ചാരികൾ ബഹിഷ്കരിക്കണമെന്നുള്ള ആഹ്വാനങ്ങൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണമെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സ് അഥവാ CAIT ആവശ്യമുയർത്തിയിട്ടുമുണ്ട്. ഇതോടനുബന്ധിച്ച് രാജ്യവ്യാപക ക്യാമ്പയിൻ സംഘടിപ്പിക്കാനും CAIT പദ്ധതിയിട്ടിട്ടുണ്ട്. സിനിമാ ലൊക്കേഷനുകൾക്കായി തുർക്കിയെ പരിഗണിക്കരുതെന്ന ആവശ്യമുയർത്തി ഒരു വിഭാഗം സിനിമാ സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട്. ഇന്ത്യക്കാരുടെ ഇതുപോലുള്ള തുർക്കി വിരുദ്ധ നിലപാട് ആ രാജ്യത്തിന്റെ വരുമാന ലബ്ധിയെയും നിക്ഷേപ മേഖലയെയും പ്രതികൂലമായി ബാധിക്കുമെന്ന വിലയിരുത്തലുകളാണ് പുറത്തുവരുന്നത്. തുർക്കിയിൽ നിന്നും ഇന്ത്യ വിവിധ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. പ്രധാനമായും ആപ്പിൾ, പച്ചക്കറികൾ, നാരങ്ങ, മിനറൽ ഓയിൽ, സ്വർണം, മാർബിൾ, സിമന്റ് തുടങ്ങിയവയാണ് അതിൽ ഉൾപ്പെടുന്നത്. തുർക്കിയിൽ നിന്നുള്ള ഇത്തരം ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുമെന്ന് ചില വ്യാപാരികളും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ സാമ്പത്തിക വർഷം ഇതുവരെ $284 കോടി ഉൽപ്പന്നങ്ങളാണ് തുർക്കിയിൽ നിന്നും ഇന്ത്യ വാങ്ങിയത്. നിലവിലെ സ്ഥിതിഗതികൾ തുർക്കിക്ക് കനത്ത തിരിച്ചടിയായി മാറിയേക്കാം. 2023-24 വർഷക്കാലയളവിൽ തുർക്കിയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള ആപ്പിൾ ഇറക്കുമതി റെക്കോർഡ് നേട്ടത്തിൽ എത്തിയിരുന്നു. അക്കാലയളവിൽ 1,60,000 ടണ്ണോളം ആപ്പിളാണ് തുർക്കിയിൽ നിന്നും ഇവിടെ എത്തിയത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തുർക്കിയിൽ നിന്നുള്ള ആപ്പിൾ ഇറക്കുമതി നിർത്തണമെന്ന ആവശ്യമുന്നയിച്ച് രാജ്യത്തെ ആപ്പിൾ കർഷകർ കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനെയും വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലിനെയും സമീപിക്കാനുള്ള തീരുമാനത്തിലും എത്തിയിരിക്കുകയാണ്. 1973 ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഉഭയകക്ഷി വ്യാപാര കരാർ നിലവിൽ വന്നത്. 2022-23 വർഷക്കാലയളവിൽ $13.80 ബില്യൺ അതായത് ഏകദേശം 1.18 ലക്ഷം കോടി രൂപയുടെ വ്യാപാരമാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നടന്നത്. 2023-2024 സാമ്പത്തിക വർഷത്തിൽ $10.43 ബില്യൺ വ്യാപാരവും നടന്നു. ആ വർഷം $6.65 ബില്യൺ ഉൽപ്പന്നങ്ങളാണ് ഇന്ത്യ തുർക്കിയിലേക്ക് കയറ്റുമതി ചെയ്തത്. അതേസമയം 3.78 ബില്യൺ വില വരുന്ന ഉൽപ്പന്നങ്ങൾ തുർക്കിയിൽ നിന്ന് ഇന്ത്യയിലേക്കുമെത്തി. ഏപ്രിൽ 2000 മുതൽ 2023 ഡിസംബർ വരെയുള്ള കണക്കുകൾ പ്രകാരം $222.75 മില്യൺ നിക്ഷേപമാണ് തുർക്കി ഇന്ത്യയിൽ നടത്തിയത്. 2000 ഓഗസ്റ്റ് മുതൽ 2024 മാർച്ച് വരെയുള്ള കണക്കുകൾ പ്രകാരം $200 മില്യൺ നിക്ഷേപമാണ് ഇന്ത്യൻ കമ്പനികൾ തുർക്കിയിൽ നടത്തിയിരിക്കുന്നത്. ഇന്ത്യ തുർക്കിയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന സാമഗ്രികളിലധികവും എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങളാണ് ഉൾപ്പെടുന്നത്. തുർക്കിയിലെ സെൽബി എയർപോർട്ട് സർവീസസ്, തുർക്കിഷ് ടെക്നിക് തുടങ്ങിയ നിരവധി കമ്പനികൾ ഇന്ത്യയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. നിലവിൽ തുർക്കി വിരുദ്ധ പ്രക്ഷോഭങ്ങൾ രാജ്യത്ത് വ്യാപകമാകുന്ന പശ്ചാത്തലത്തിൽ ഇത്തരം കമ്പനികളുടെ പ്രവർത്തനത്തെയും അത് സാരമായി ബാധിക്കും. തുർക്കിയിലേക്കുള്ള ഇന്ത്യൻ സന്ദർശകരുടെ എണ്ണത്തിൽ വലിയ കുറവാണ് ഇക്കഴിഞ്ഞ 2 ആഴ്ചക്കിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. തുർക്കിയിലേക്കും അസർബൈജാനിലേക്കുമുള്ള ബുക്കിംഗിൽ 60% കുറവുണ്ടായതായാണ് സൂചന. മുൻകൂട്ടി ബുക്ക് ചെയ്ത യാത്രകൾ റദ്ദാക്കുന്നവരുടെ എണ്ണത്തിൽ 250% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇന്ത്യയിൽ നിന്നും തുർക്കിയിലേക്കുള്ള സഞ്ചാരികളുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് രേഖപ്പെടുത്തിയിരുന്നത്. 2009 55,000 ഇന്ത്യക്കാരാണ് തുർക്കി സന്ദർശിച്ചതെങ്കിൽ 10 വർഷങ്ങൾക്കിപ്പുറം 2019 2.3 ലക്ഷം യാത്രക്കാരും ഇക്കഴിഞ്ഞ വർഷം 3.30 ലക്ഷം യാത്രക്കാരും ഇന്ത്യയിൽ നിന്നും തുർക്കിയിലെത്തി. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം 2 ലക്ഷം ഇന്ത്യക്കാരാണ് അസർബൈജാൻ സന്ദർശിച്ചത്. നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാരുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്.
ഇന്ത്യ എക്കാലവും അകമഴിഞ്ഞ സഹായവുമായി സമീപിച്ചിരുന്ന രാജ്യമാണ് തുർക്കി. 2023 ഫെബ്രുവരിയിൽ തെക്കൻ തുർക്കിയിലുണ്ടായ ഭൂകമ്പം ആ രാജ്യത്തെ പിടിച്ചുലച്ചപ്പോൾ സഹായഹസ്തവുമായി ആദ്യം എത്തിയ രാജ്യമാണ് ഇന്ത്യ. ഇതിനായി ഓപ്പറേഷൻ ദോസ്ത് എന്ന ഒരു രക്ഷാദൌത്യത്തിന് തന്നെ ഇന്ത്യ രൂപം നൽകിയിരുന്നു. എന്നാൽ പാകിസ്ഥാനൊപ്പം നിന്ന് ഇന്ത്യക്കെതിരെയുള്ള സൈനിക നീക്കത്തിന് പിന്തുണയേകിയ തുർക്കിയുടെ നിലപാടിൽ ഇന്ത്യൻ ഭരണകൂടത്തിന് ഇപ്പോൾ കടുത്ത അതൃപ്തിയുണ്ട്. അതിനാൽ തന്നെ തുർക്കിയോടുള്ള സമീപനത്തിൽ രാജ്യം മാറ്റം വരുത്താനുള്ള സാധ്യതയും ഏറുകയാണ്. ഇത് സംബന്ധിച്ച സൂചനകൾ കേന്ദ്ര സർക്കാർ അടുത്തിടെ നടത്തിയ വാർത്താ സമ്മേളനങ്ങളിൽ നിന്നും വ്യക്തവുമാണ്. പാക് അനുകൂല സമീപനത്തിന് തുർക്കിക്കുള്ള ഇന്ത്യയുടെ മറുപടിയായി മറ്റ് ഗൾഫ് രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധം ദൃഢപ്പെടുത്താനുള്ള നീക്കവും കേന്ദ്ര സർക്കാർ നടത്തി വരികയാണെന്ന വിവരവും ലഭ്യമാകുന്നുണ്ട്. ഇതിന്റെ ആദ്യപടിയായി ഒമാൻ, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധം ഊഷ്മളമാക്കാനാണ് ഇന്ത്യ ഒരുങ്ങുന്നത്. ഒമാനുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഇന്ത്യ ഉടനെ ഒപ്പിടുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ഇതോടനുബന്ധിച്ച ചർച്ചകൾ പൂർത്തിയായി കഴിഞ്ഞെന്നും ഈ മാസം തന്നെ അത് സംബന്ധിച്ച പ്രഖ്യാപനമുണ്ടാകുമെന്നും ഇക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഖത്തറുമായുള്ള വ്യാപാര ബന്ധം ശക്തമാക്കാനുള്ള നീക്കങ്ങളും പുരോഗമിച്ചു വരികയാണ്. തുർക്കിയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന രാജ്യമാണെങ്കിലും ഖത്തർ ഇന്ത്യ പാക് വിഷയത്തിൽ പ്രത്യേക പക്ഷം പിടിച്ചിരുന്നില്ല. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇന്ത്യയിലെത്തിയ ഖത്തർ ഭരണാധികാരി തമീം ബിൻ ഹമദ് അൽ താനി ഇന്ത്യയിൽ വൻ നിക്ഷേപങ്ങൾ നടത്താനുള്ള സന്നദ്ധത അറിയിക്കുകയുണ്ടായി. നിലവിൽ ഇന്ത്യക്ക് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സുമായുള്ള വ്യാപാര കരാർ നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം ഊർജ്ജ മേഖലയിലടക്കം കൂടുതൽ നിക്ഷേപങ്ങൾ നടത്താൻ ഗൾഫ് കോർപ്പറേഷൻ കൗൺസിലുമായും ഇന്ത്യ ചർച്ചകൾ നടത്തി വരികയാണ്. ഗൾഫ് രാജ്യങ്ങൾ തുർക്കിയുടെ എതിർപക്ഷത്താണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ഈ രാജ്യങ്ങളെ ഇന്ത്യക്കൊപ്പം ചേർത്ത് നിർത്താനുള്ള വഴികളും ഇന്ത്യ അവലംബിക്കും. വാർത്തയുടെ നിറം തേടി തനിനിറം.